ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണണം, ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് സ്നാക്കിന്റെ ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. ഇതിനായി ഞാൻ എടുത്തിട്ടുള്ളത് 1/4 കിലോ മൈദ, 3 മുട്ട പുഴുങ്ങി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ മല്ലിയിലയും വേപ്പിലയും പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് തക്കാളി, 1 കപ്പ് സവാള, 1/2 കിലോ ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പൊടികൾ ആവശ്യമായിട്ടുണ്ട്. അത് ഞാനിതിലിപ്പോൾ കാണിക്കുന്നില്ല, നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ അത് നോക്കാം. അപ്പോൾ തയ്യാറാക്കുന്ന വിധം നോക്കാം. ആദ്യം തന്നെ നമുക്ക് പാൻ ഒന്ന് ചൂടാകാൻ വെക്കാം. ഇപ്പോൾ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സവാളയും കൂടി ആഡ് ചെയ്ത് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ സവാള ചെറുതായി വാടി വരാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേപ്പിലയും മല്ലിയിലയും പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വാടി വരണം. അപ്പോൾ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇപ്പോൾ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം, 1/2 ടേബിൾ സ്പൂൺ മസാലപ്പൊടി ആഡ് ചെയ്യാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ആഡ് ചെയ്യാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പാണ് ആഡ് ചെയ്തത്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള കുറച്ചും കൂടി ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വെക്കണം. ഇപ്പോൾ നന്നായി ചൂടാറിയിട്ടുണ്ട്. അതുകൊണ്ട് കൈകൊണ്ട് തന്നെ നമുക്കിതൊന്ന് ശരിക്കും മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും ഉരുളക്കിഴങ്ങ് കട്ടിയൊന്നും ഇല്ലാതെ നമുക്ക് ഉടച്ചെടുക്കാം. ഇനി നമുക്കിത് ഷേപ്പ് ആക്കാം. അപ്പോൾ ഞാനിത് റൗണ്ട് ഷേപ്പാണ് ആക്കുന്നത്, ഒരു ഉണ്ട രൂപത്തിൽ. എന്നിട്ടൊന്ന് പരത്താം. ഇനി ഇതിൻ്റെ നടുവിലേക്ക് നമ്മൾ മുട്ട വെച്ച് കൊടുക്കണം. ഇതുപോലെ മുട്ട വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് ഉണ്ട ഷേപ്പിൽ തന്നെയാണ് എടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൈ തന്നെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ല ഷേപ്പ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുക്കാനുള്ള ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് കിലോ മൈദയിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഇത്തിരി ഉപ്പും ആഡ് ചെയ്യാം. പിന്നെ ഒരു പിഞ്ച് സോഡാപ്പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒട്ടും ലൂസാവുകയും ചെയ്യരുത്, ടൈറ്റും ആവരുത്. ആവശ്യത്തിന് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വരുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കണം. ഇനി ഇതിൽ മുക്കിയിട്ടാണ് നമ്മൾ പൊരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇത് പൊരിക്കാനായിട്ട് പാൻ ചൂടാക്കാൻ വെക്കാം. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ നന്നായി ഒന്ന് ചൂടായി വരണം. ചെറുതായി ഒന്ന് ബബിൾസ് വന്ന് തുടങ്ങുമ്പോഴേക്കും ഇപ്പോൾ നന്നായി ബബിൾസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ ഉണ്ടകളായിട്ട് ബാറ്ററിൽ മുക്കി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ഉണ്ടകളും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 6 ഉണ്ടകളും ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡ് നന്നായി ഒന്ന് വേവണം. നന്നായി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് സൈഡൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. ഈ സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. ഇപ്പോൾ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരിയെടുക്കാം. അപ്പോൾ എണ്ണ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്ക് ആദ്യം മാറ്റി വെക്കുന്നുണ്ട്. അരിപ്പൊടി യൂസ് ചെയ്യുന്നതിന് അധികം എണ്ണയൊന്നും പിടിക്കില്ല. നമുക്കിതൊന്ന് സർവ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സർവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലൊരെണ്ണം ഞാനൊന്ന് പീസാക്കി കാണിച്ചു തരാം. ഇതെല്ലാവർക്കും ഈവനിങ് സ്നാക്കായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. അസ്സലാമു അലൈക്കും.